പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനി കൊടുത്തിട്ടുള്ള സാരിയൊക്കെ ഉടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് നന്ദു. അപ്പം മനസ്സിലിങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു, ഞാൻ സെലക്ട് ചെയ്താൽ പോലും എനിക്ക് ഇത്ര മാച്ചിങ് ആയിട്ടുള്ള ഒരു സാരി എടുക്കാനായിട്ട് പറ്റില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു സാരി ചുറ്റുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ. അതും അനി വാങ്ങിച്ച് തന്നതെന്നൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ്. അപ്പോൾ നന്ദുനാണെങ്കിലും ആകെ വിഷമമുണ്ട് കേട്ടോ. അപ്പോൾ സാരിയൊക്കെ ഇങ്ങനെ പിടിച്ച് അതൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് കനകയും ഗോവിന്ദനും റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നയനി അവിടെ ദക്ഷിണ കൊടുക്കാനുള്ള വെറ്റിലയും ഒക്കെ കൊണ്ടുവയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോള് റെഡിയായോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ മോളിന്ന് നേരം വൈകിയാണോ എണീറ്റ് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ നയന പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അനിയുടെയും നന്ദുൻ്റെയും കാര്യം ഈ വീട്ടിൽ ഒരാളും കൂടെ അറിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആദർശേട്ടനെ അറിഞ്ഞിട്ടുണ്ട് എന്ന് പറയട്ടെ. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു, ഈ സമയത്ത് അതൊന്നും പറയേണ്ടിയിരുന്നില്ല മോളെ എന്ന് പറയട്ടോ. അപ്പം അത് ഞാനിങ്ങനെ മനഃപൂർവ്വം പറഞ്ഞതല്ല, അതിങ്ങനെ സാഹചര്യം വന്നപ്പോൾ പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ നയന പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർക്കും ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് അനിയൻ്റെയും നന്ദുവിൻ്റെയും കാര്യം അറിയുമ്പോൾ ആദർശേട്ടൻ പുച്ഛിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നേരെ തിരിച്ചാണ് നടന്നത്. എന്നെയാണ് ആദർശേട്ടൻ കുറ്റപ്പെടുത്തിയത്. അനിയുടെ ഇഷ്ടമാണ് നടത്തി കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിലേക്കാണ് സംസാരിച്ചതെന്ന് പറയും. അപ്പോൾ ഗോവിന്ദനൊരു ആശ്വാസമാവുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മളിത് നേരത്തെ പറയാതിരുന്നത് നന്നായി, അല്ലെങ്കിൽ പിന്നെ ഈ ബന്ധത്തിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിൽ ഈ വീട്ടിൽ വലിയൊരു കലഹം തന്നെ നടന്നതിന് അതെന്തായാലും നമ്മൾ നേരത്തെ പറയാതിരുന്നത് നന്നായി എന്നുള്ളതിലാണ് കേട്ടോ. അപ്പം എന്തായാലും ഇത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു ബന്ധമാണ്. അതെന്തായാലും നടന്നില്ലല്ലോ എന്നുള്ളൊരു ആശ്വാസമാണ് കേട്ടോ അവർക്കാണെങ്കിലും. പിന്നീട് അതിനെക്കുറിച്ചൊക്കെ അവരങ്ങ് സംസാരിച്ചിട്ട് ഇനിയിപ്പോൾ ഇന്നത്തെ ഈ ചടങ്ങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനി നന്ദുവും തമ്മിൽ കാണാനൊന്നും പോകുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും നന്ദുവിന് പറ്റിയ ഒരാളെ കണ്ടുപിടിച്ച് ആ ബന്ധങ്ങൾ നടത്തി കൊടുക്കുമ്പോൾ അവൾക്കും അങ്ങനെ സന്തോഷമാവും എന്നുള്ള രീതിയിലൊക്കെ കനകയും സംസാരിക്കുകയാണ് കേട്ടോ. അപ്പം നയനയ്ക്കാണെങ്കിലും ആകെ വിഷമമൊക്കെ ഉണ്ട്. പിന്നീട് അതുപോലെ തന്നെ അവർ പറയുന്നുണ്ടായിരുന്നു, എന്തായാലും ഞങ്ങൾ നന്ദുവിനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ് കനകയും അതുപോലെ തന്നെ ഗോവിന്ദനും കൂടെ. അപ്പോൾ നയനയ്ക്കാണെങ്കിലും ആകെ ഒരു സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നന്ദുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് നന്ദു ആണെങ്കിൽ ആകെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദുവിന് ആദ്യമായിട്ടാണല്ലോ സാരി എടുത്ത് കാണുന്നത്. അപ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു, നോക്കി ഗോവിന്ദേട്ട മോള് സാരിയൊക്കെ കൊടുത്തിട്ടാണല്ലോ നല്ല സുന്ദരിയായിട്ടുണ്ട്. അപ്പോൾ ഗോവിന്ദനും പറയും കേട്ടോ, മോൾക്ക് സാരി നന്നായിട്ട് ചേരുന്നുണ്ട് എന്ന് പറയും. കനകയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അപ്പോൾ സാരിയൊക്കെ എടുക്കാനുള്ള പ്രായമൊക്കെ ആയല്ലോ എന്ന് പറയുമ്പോൾ അത് നേരത്തെ ആയതല്ലേ, മോളല്ലേ സാരി വേണ്ട എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. പിന്നീട് അവരിങ്ങനെ ആദർശ് ഇങ്ങനെ അറിഞ്ഞ കാര്യങ്ങളൊക്കെ നന്ദുവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളതിനെ അനുകൂലിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ എന്തായാലും മോൾക്കറിയാലോ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ. പിന്നീട് ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു, ആദർശമോൻ്റെ അമ്മ പറയുന്നത് മോളും കേൾക്കാറില്ലേ, ഇനി വരാൻ പോകുന്നതാണ് അവരുടെ മരുമകളെന്ന്. അപ്പം മോളുടെ 2 ചേച്ചിമാരും ഇവിടുത്തെ ആരുമല്ല എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പം എന്തായാലും പിന്നീട് പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ എന്തായാലും മോൾക്കും പറ്റിയൊരു ബന്ധമൊക്കെ കണ്ടുപിടിച്ച് അത് നടത്തണം. എന്തായാലും മോളിങ്ങനെ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇതുപോലൊരു അവസ്ഥയൊന്നും ഉണ്ടാവരുത് എന്നുള്ള രീതിയിലൊക്കെ അങ്ങ് സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അതുപോലെ തന്നെ കനകയും നവ്യയ്ക്ക് ഇങ്ങനെ കോടീശ്വരന്മാരുടെ വീട്ടിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ പറയുമ്പോൾ കനക അത് സമ്മതിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ശരിയാണ്, ഞാനും നവ്യമോളൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇപ്പം പാവം അതിൽ പെട്ടുപോയത് നയനമോളാണ് എന്നൊക്കെ പറഞ്ഞ് കനകയ്ക്കും ആകെ വിഷമമുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ അത് അങ്ങ് സമ്മതിക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നുള്ള ഇതൊക്കെ കനക അങ്ങ് സമ്മതിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണ് ഇതിനൊക്കെ വളം വെച്ച് തന്നതെന്ന് അങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് ഇനി നമ്മളെ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്നുള്ള രീതിയിലാണ് ഗോവിന്ദൻ സംസാരിക്കുന്നത്. അപ്പോൾ നന്ദു പറയും, ഇനി എന്നെ കൊണ്ട് ആർക്കും ഒരു ശല്യം ഉണ്ടാവില്ല, ഞാൻ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയാനുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് ഒരു പ്രസൻറ്റ് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ, അത് നമുക്ക് എല്ലാവർക്കും കൂടി പോയിട്ട് കൊടുക്കാമെന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു, എനിക്കിനി അനിയുടെ മുന്നിലേക്ക് വരാൻ കഴിയില്ല എന്ന് പറയട്ടോ. അപ്പോൾ ഗോവിന്ദനാണെങ്കിലും അതിനെ അനുകൂലിക്കുകയാണ് കേട്ടോ, മോള് പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്തായാലും അനീനെ കാണണ്ട എന്നുള്ള രീതിയിലാണ് കേട്ടോ ഗോവിന്ദനെ സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അനീനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്തും നന്ദുവിന് ഭയങ്കര വിഷമമാണ് കേട്ടോ. അതിന് മുന്നേ തന്നെ ആദർശ് അനിയുടെയും നന്ദുവിൻ്റെയും ഇങ്ങനെ ബന്ധം അംഗീകരിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ നന്ദു അതുപോലെ തന്നെ നയനയും ഭയങ്കര അടുപ്പാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അനി അതുപോലെ തന്നെ അനീനെ അത്രയ്ക്കും സ്നേഹിക്കുന്നുണ്ട്, ആദർശ് അയാളൊക്കെ ആളേറെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ ബന്ധം അംഗീകരിച്ചത്, അതങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ അവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നയനോട് അതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ തെറ്റൊന്നും കാണാൻ പറ്റില്ല, അനിയനെ അത്രയ്ക്കും സ്നേഹിക്കുന്നുണ്ട് ഏട്ടൻ, അതുകൊണ്ടാണ് എന്നൊക്കെ പറയാം കേട്ടോ. പിന്നീട് എന്തായാലും എനിക്ക് പ്രസൻറ്റ് കൊടുക്കാനായിട്ട് കനകയും ഗോവിന്ദനും അവിടെ നിന്ന് പോകുന്ന സമയത്ത് നന്ദു ആണെങ്കിലും ആകെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് നന്ദുവിൻ്റെ ഫ്രണ്ട്സും അനിയും കൂടെയൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ ഞങ്ങളിവിടെ നിന്നാൽ ശരിയാവില്ല, ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ് എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് കനകയും ഗോവിന്ദനും കൂടെ അവിടേക്ക് കയറി വരുന്നത്. അവിടേക്ക് കയറി വന്നിട്ട് മോന് ഞങ്ങളൊരു പ്രസൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയട്ടോ. പിന്നീട് ഇന്നലെ രാത്രി ആരും അറിയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളൊക്കെ നടന്നതല്ലേ, എന്നാലും ഈ സമയത്ത് ഇതൊന്നും വേണ്ടായിരുന്നു എന്നിങ്ങനെ
ഗോവിന്ദനും പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് കനകയാണെങ്കിലും ആ പ്രസൻറ്റ് കൊണ്ടുവന്നത് എടുത്ത് കയ്യിൽ കെട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു സ്വർണ്ണത്തിൻ്റെ ബ്രേസ്ലെറ്റ് ആയിരിക്കും കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടാവുക. അപ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു, എന്തിനാ ആൻറ്റി ഈ പൈസ ഇല്ലാത്ത സമയത്ത് ഇതൊക്കെ വാങ്ങിച്ചതെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവരുടെ ഒരു സന്തോഷത്തിനാണെന്ന് പറഞ്ഞ് അവരതങ്ങ് കെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് ജലജയും അതുപോലെ തന്നെ ദേവയാനിയും കൂടെ അവിടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ദേവയാനിയും ജലജയും ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഓ, നിങ്ങൾ ഞങ്ങളുടെ മകന് പ്രസൻറ്റേഷനൊക്കെ കൊടുക്കാനായോ എന്നുള്ള രീതിയിലൊക്കെയാണ് കേട്ടോ സംസാരിക്കുന്നത്. അപ്പോൾ ജലജയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ കൊണ്ടുവന്നത് എന്തായാലും 1 പവനിൽ താഴെയുള്ളതായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഗോവിന്ദൻ പറയും, അല്ല 2 പവനുണ്ട് എന്ന് പറയട്ടോ. എന്നാൽ പിന്നെ അതൊന്ന് ഉറച്ചു നോക്കേണ്ടി വരുമെന്ന് ജലജ അങ്ങനെ കളിയാക്കി പറയുകയാണ്. ആ സമയത്ത് അനി പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഏട്ടത്തിയുടെ അമ്മയും അച്ഛനും എന്ത് കൊണ്ടുവന്നാലും അത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്, അത് എത്ര ചെറുതാണെങ്കിലും എന്ന് പറയൂട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് പറയുന്നുണ്ടായിരുന്നു, ദേവയാനിയാണെങ്കിലും ഇങ്ങനെ പറയും, ഇന്നിവിടേക്ക് വരാൻ പോകുന്ന മരുമകളെ ഇനി സ്വർണ്ണത്തിൽ പൊതിഞ്ഞായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. അവളിങ്ങനെ നല്ല നിങ്ങളുടെ 2 മക്കൾ വന്ന പോലെയല്ല ഇങ്ങോട്ട് വരുന്നത്, നല്ല നേരായ മാർഗത്തിലൂടെ നല്ല അന്തസ്സോടുകൂടിയാണ് ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അവളെ ഇങ്ങനെ മരുമോളായിട്ട് കാണുന്നതും എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ട്. ഇനിയിപ്പോൾ ഇങ്ങോട്ട് കയറി വരുന്ന മരുമോളുടെ പാദസേവ ചെയ്ത് നിൽക്കാവും നിങ്ങളുടെ 2 മക്കൾക്കും നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ പറയാണ്. അപ്പോൾ കനയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കേട്ടോ. പിന്നീട് അതുപോലെ തന്നെ ഇങ്ങനെ അവരെ കുത്തി പറയുന്ന സമയത്ത് എനിക്കും അത് ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് ജലജ പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ സദ്യയൊക്കെ കഴിച്ച് അങ്ങ് വീട്ടിലേക്ക് പോകാൻ നോക്ക്, പോകുമ്പോൾ നിങ്ങളുടെ 2 മക്കളെയും കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ അത്രയും നന്നായി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പോകുന്ന സമയത്ത് അനി ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ആൻറ്റി വിഷമിക്കൊന്നും വേണ്ട, മാലകയാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നവള് സ്വഭാവം അത്ര ശരിയൊന്നല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു, മോൻ അങ്ങനെയൊന്നും പറയണ്ട, മോൻ്റെ മനസ്സ് നല്ലതാണ്, അതുകൊണ്ട് മോൻ്റെ ജീവിതം നന്നായിട്ട് തന്നെ പോവുള്ളൂ, അതിന് മോൻ്റെ കൂടെ ഞങ്ങളുടെ പ്രാർത്ഥന എന്നും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവരും അങ്ങ് പോവാണ് കേട്ടോ. പനിയാണെങ്കിലും ആകെ സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ജാനകിനോടാണെങ്കിലും ദേവയാനിക്ക് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നീ എന്തായാലും ഭാഗ്യം ചെയ്ത അമ്മായിമ്മയാണ്, നീ ആഗ്രഹിച്ച പോലത്തെ ഒരു മരുമകളല്ലേ നിനക്ക് ഇങ്ങോട്ട് വരാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ അത് കേട്ടുകൊണ്ട് മുത്തശ്ശി അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നീ എന്താ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നീട് മുത്തശ്ശി ഇങ്ങനെ പറയും, നിൻ്റെ ഈ സ്വഭാവം വെച്ച് നിങ്ങൾക്കൊക്കെ ഇത്രയും നല്ല മരുമക്കളെ കിട്ടിയില്ലേ എന്ന് പറയും കേട്ടോ. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു, അതെന്താ അമ്മ ഞങ്ങളുടെ സ്വഭാവം അത്രയ്ക്ക് മോശമാണോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ജലജേനെ ഇതാക്കിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അത് ആദർശിൻ്റെ കല്യാണത്തിന് മുന്നേ നിൻ്റെ സ്വഭാവത്തിന് ഒരു കുഴപ്പമില്ലായിരുന്നു, അതിനുശേഷമാണ് നിൻ്റെ സ്വഭാവം ആകെ മാറിയത്, അതിന് മുന്നേ ജലജയ്ക്ക് മാത്രമേ ഇത്തിരി കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ മാറിയിട്ടുണ്ടെങ്കിലേ അതിന് കാരണക്കാരി എൻ്റെ മരുമോളാണെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ അതൊക്കെ കേട്ടുകൊണ്ടാണ് കേട്ടോ ജയനും അജയനും കൂടെ അങ്ങോട്ട് വരുന്നത്. എന്നെങ്കിലും ഇങ്ങനെയുള്ള സംസാരമൊക്കെ നിർത്തിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നീ ഒരു അനാമയ്ക്ക് കൊടുക്കാൻ ഒരു മാല സെലക്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതുപോലും ഡിസൈൻ ചെയ്തത് നൈനമോളല്ലേ എന്ന് പറയും കേട്ടോ. അപ്പോൾ പിന്നീട് ഇങ്ങനെ അത് കേൾക്കുമ്പോൾ ജാനകി ചോദിക്കുന്നുണ്ടായിരുന്നു, ഏട്ടത്തേക്ക് വേറെ ഒരു മാലയും കിട്ടിയില്ലേ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അത് എന്നോട് ഇവൻ ചെയ്ത് ചതിയാണ് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ആദർശിനെ നോക്കിയിട്ടാണ് കേട്ടോ പറയുന്നത്, അമ്മ എന്നോട് പറഞ്ഞു നല്ലൊരു ഡിസൈൻ എടുത്തു തരാനായിട്ട് പറഞ്ഞു, അപ്പോൾ ഞാൻ ജ്വല്ലറിയിലുള്ള ഏറ്റവും നല്ലൊരു ഡിസൈനല്ലേ എടുത്തു തന്നത്, അന്ന് അമ്മ അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്, ഇതുപോലൊരു ഡിസൈൻ അമ്മ കണ്ടിട്ടില്ല എന്നൊക്കെയല്ലേ പറഞ്ഞത്, ഇപ്പം എന്താ അതൊക്കെ മാറ്റി പറയുകയാണോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അജയൻ പറയുന്നുണ്ടായിരുന്നു, നമ്മളെ ജ്വല്ലറിയിലുള്ള ഏറ്റവും നല്ല ഡിസൈനല്ലേ എടുത്തു തന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ ഇനിയിപ്പം ഈ സംസാരമൊക്കെ നിർത്ത്, കല്യാണ ചെറുക്കനെ എവിടെയെന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും അനി അവിടേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ഇതാ വന്നല്ലോ പയ്യൻ എന്ന് പറഞ്ഞിട്ട് ദേവയാനി ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അനി വന്ന് നിൽക്കുമ്പോൾ തന്നെ അനിയുടെ മുഖത്ത് ഇങ്ങനെ ആദർശം അടിച്ചിട്ടുണ്ടായിരുന്നു, ആ പാടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഇതെന്താ നിൻ്റെ മുഖത്ത് ആരാ അടിച്ചതെന്നുള്ള രീതിയിൽ ചോദിക്കും. അപ്പോൾ അത് അവനോട് ചോദിക്കാതെ ആദർശിനോട് ചോദിക്കാനായിട്ട് ജാനകി പറയും കേട്ടോ. അപ്പോൾ നിനക്കെന്താ ആദർശം അത് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറയാമെന്ന് പറയുമ്പോൾ ആദർശ് പറയും, വേണ്ട ഞാൻ തന്നെ പറഞ്ഞോളാം എന്ന് പറയും കേട്ടോ. പിന്നീട് ഇവൻ ഇന്നലെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിനുങ്ങിയെന്ന് പറയും കേട്ടോ. അപ്പോൾ അതിനാണ് അവനെ അടിച്ചത്, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. അപ്പോൾ അജയൻ പറയുന്നുണ്ടായിരുന്നു, ഇന്ന് കല്യാണം ആയതുകൊണ്ട് അവൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, ഞാനായാലും ഇതന്നെ ചെയ്യുള്ളൂ, കാരണം തടിച്ചേനേന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും നന്ദു അവിടേക്ക് ഒരുങ്ങി ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ആരും കാണുന്നൊന്നുമില്ല, ഇവരുടെ സംസാരമൊക്കെ കേട്ടുകൊണ്ട് നന്ദു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജയൻ പറയുന്നുണ്ടായിരുന്നു, അവൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇത്തിരി മദ്യപിച്ചു എന്ന് വെച്ചിട്ട് അവനെ അടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു എന്ന് പറയട്ടോ. അപ്പോൾ മദ്യപിക്കുന്ന അത്ര നല്ല കാര്യമൊന്നുമല്ല എന്ന് ദേവയാനിയും പറയട്ടോ. അതിന് അവനെ അടിക്കേണ്ടിയിരുന്നില്ല, പ്രത്യേകിച്ചും ഇന്ന് അവൻ്റെ കല്യാണ ദിവസം ആയതുകൊണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ആളുകൾ ഇതെല്ലാം കണ്ട് ചോദിക്കില്ലേ എന്താ മുഖത്ത് പറ്റിയെന്ന്, ഇനിയിപ്പോൾ മദ്യപിച്ചിട്ട് അടിച്ചു എന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ലല്ലോ, ഇനിയിപ്പോൾ എവിടെയെങ്കിലും തട്ടി മുട്ടിന്ന് എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് പറയാണ്. പിന്നീട് എല്ലാവർക്കും ദക്ഷിണ കൊടുക്കാനായിട്ട് പറയാണ് കേട്ടോ. അപ്പോൾ നന്ദു ആണെങ്കിലും ഇതൊക്കെ കേട്ട് ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് എല്ലാവർക്കും ദക്ഷിണ കൊടുക്കാനായിട്ട് ദേവയാനി ഇങ്ങനെ വെറ്റിലെ പാക്കൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്.
പിന്നീട് അനിയാണെങ്കിലും ഓരോരുത്തർക്കായിട്ട് ദക്ഷിണയൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം മുത്തശ്ശിക്ക് കൊടുക്കും, പിന്നെ ആദർശിന്, അങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിലും ഭയങ്കര സങ്കടമാണ് കേട്ടോ ഈ ചടങ്ങുകളൊക്കെ ചെയ്യുന്ന സമയത്തും. നന്ദു ആണെങ്കിലും പിറകിൽ അവിടെ ഇതെല്ലാം കണ്ടുകൊണ്ട് ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് ഇങ്ങനെ അവർ പോകാനൊക്കെ ഇറങ്ങാനായിട്ടുണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ ദക്ഷിണയൊക്കെ കൊടുത്ത് നിൽക്കുന്ന സമയത്താണ് അനി ഇങ്ങനെ നന്ദുവിനെ കാണുന്നത് കേട്ടോ. അപ്പോൾ നന്ദുവിനെ കാണുന്ന സമയത്ത് ഇങ്ങനെ നന്ദു സാരി കൊടുത്തിട്ടാണല്ലോ നിൽക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു ചിരിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും അനിയാണെങ്കിലും നന്ദുവിനെ നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനി ഇങ്ങനെ നോക്കുന്നത് ജാനകി കാണുകയാണ് കേട്ടോ. അപ്പോൾ ജാനകി കണ്ടിട്ട് അങ്ങ് നോക്കുന്ന സമയത്ത് നന്ദുവിനെയാണ് നോക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഇറങ്ങാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് ഇറങ്ങാനായിട്ട് പറയാനായിട്ട് എല്ലാവരോടും. അപ്പോൾ എല്ലാവരും അങ്ങ് ഇറങ്ങാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നൈനയാണെങ്കിലും നന്ദുവിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. മോള് കണ്ടില്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ, ഇതിൻ്റെ കൂട്ടത്തിലേക്ക് മോളും കൂടെ ഇവിടേക്ക് വരാൻ തന്നെയാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദു ആണെങ്കിലും ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.